പാദങ്ങൾക്കു വിളക്കും വഴികളിൽ പ്രകാശവുമായ യേശുമിശിഹായുടെ നാമത്തിൽ ഏവർക്കും സാന്ത്വം മിഷൻ സെമിനാരിയിൽ നിന്നും സ്നേഹവന്ദനം. ഒക്ടോബർ 1 ശ്ലീവാകാലം 3-ാം ഞായർ. ഇന്നത്തെ വായനകൾ നിയമാവർത്തന പുസ്തകം 9-ാം അധ്യായം 13 മുതൽ 24 വരെ, യെശയ്യായുടെ പുസ്തകം 26-ാം അധ്യായം 1 മുതൽ 11 വരെയും, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 9 വരെയും, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെ. കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ. ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ്. ശ്ലീവാകാലത്തിലെ അവസാനത്തെ ആഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. ഈ കാലഘട്ടത്തിന്റെ ചൈതന്യമായ കുരിശിന്റെ മഹത്വം പ്രാപിക്കുന്നതിനാവശ്യമായ സമർപ്പണം പൂർണ്ണമാക്കാൻ ഇനിയും നമ്മിൽ പോഷിപ്പിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ട നന്മയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ 4 വായനകൾ. നിരന്തരമായി തന്റെ പ്രാർത്ഥനയ്ക്കു നേരെ തമ്പുരാൻ നിശബ്ദനാവുകയും തന്നെ അവഗണിക്കുകയും ഒരു വേള പരിഹസിക്കുകയും ചെയ്തപ്പോഴും കാനാൻകാരി സ്ത്രീ ഭഗ്നാശയാകാതെ ക്ഷമാപൂർവം തന്റെ നിയോഗവുമായി അവന്റെ മുമ്പിൽ നിന്നപ്പോൾ അവൻ പറഞ്ഞ വാക്കുകൾ അവളുടെ വിശ്വാസത്തിന്റെ വലിയ സാക്ഷ്യമാണ്. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. ഈ വലിയ വിശ്വാസത്തിന്റെ ഉടമയാകാൻ നാം ഓരോരുത്തരും എന്തു ചെയ്യണം, എന്തു മനോഭാവം ഉൾക്കൊള്ളണം എന്ന് പഠിപ്പിക്കുകയാണ് യേശുമിശിഹ. തുടരെയുള്ള യാതനകൾക്കു നേരെയുള്ള കനത്ത നിശബ്ദതയും നിസ്സംഗതയും ആരെയാണ് നിരാശരാക്കാത്തത്, അല്ലെങ്കിൽ അക്ഷമരാക്കാത്തത്? പലകുരു ആവർത്തിച്ചിട്ടും ഉത്തരം ലഭിക്കാതെയാകുമ്പോൾ കൂടുമാറാനും കൂറുമാറാനും പ്രലോഭനം ഉണ്ടാവുക സ്വാഭാവികം മാത്രമാണ്. ചോദിച്ചു നാണം കെട്ടുവെന്ന കണക്കുള്ള പ്രസ്താവങ്ങൾ ജീവിത വഴിയിൽ എവിടെയോ വെച്ച് നാമും ചിലപ്പോഴെങ്കിലും കേൾക്കുകയോ ആവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ട്. ഈ നിശബ്ദതയോളം തന്നെ കനമുണ്ട് നമ്മുടെ ആവശ്യങ്ങളോട് തീർത്തും പുറംതിരിയുകയും നമ്മെ അവഗണിക്കുകയും ചെയ്യുമ്പോൾ. ഞാൻ നിങ്ങളുടെ കാര്യം നോക്കാൻ വന്നവനല്ല, എനിക്ക് വേറെ പണിയുണ്ടെന്ന കണക്കുള്ള പ്രത്യുത്തരങ്ങളും അപേക്ഷകന്റെ മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നുണ്ട്. ഈ നോവുകളെ സുഖപ്പെടുത്തുക അത്ര എളുപ്പമല്ല. ഇനിയും എന്റെ അപേക്ഷകൾക്ക് നേരെ ചെവി അടയ്ക്കുക മാത്രമല്ല, എന്നെ ചെറുതാക്കുവാനും തരം താഴ്ത്താനും അപമാനിക്കാനും അവൻ വാത്തുറക്കുക കൂടി ചെയ്താലോ? പിന്നെ പറയുകയും വേണ്ട. ആത്മാഭിമാനം പണയപ്പെടുത്തി വയറു നിറയ്ക്കുവാൻ സാധാരണ ആരും തുനിയുകയില്ലല്ലോ. പക്ഷേ അവൾക്ക് സാധ്യമായി. ആ സാധു കാനാൻകാരി സ്ത്രീക്ക് അവളെ പോലെ ആകാനുള്ള വിളിയാണ് തമ്പുരാൻ ഇന്ന് നമുക്ക് നൽകുക. തമ്പുരാന്റെ നിശബ്ദതയെ അമർഷം കൊണ്ടല്ല കാനാൻകാരി നേരിട്ടത്, പകരം കുരിശിൽ പിതാവിന്റെ നിശബ്ദതയെ നേരിട്ട അനുസരണയിലും വിധേയത്വത്തിലും സമർപ്പണത്തിലുമാണ്. ലേഖനഭാഗത്ത് അപ്പസ്തോലൻ പറയുന്നത് പോലെ അടുത്തെത്തിയിരിക്കുന്ന തമ്പുരാന്റെ കൃപ നഷ്ടമാകാതിരിക്കാൻ നമ്മുടെ ക്ഷമാശീലം കൈവെടിയാതിരിക്കാൻ. അപ്പോൾ തീർച്ചയായും നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ചിന്തകളെയും ഹൃദയങ്ങളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളുമെന്ന്. പക്ഷേ ഇതിനാവശ്യമായത് തമ്പുരാനുള്ള ഉറച്ച പ്രത്യാശയാണ്. 2-ാം വായനയിൽ നാം വായിച്ചു കേട്ടതുപോലെ കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ. ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ്. അങ്ങയുടെ നാമവും ഓർമ്മയുമാണ് ഞങ്ങളുടെ ഹൃദയാഭിലാഷം. എന്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചുവെന്ന് പ്രാർത്ഥിക്കുമ്പോഴും, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നുവെന്ന് പറയുന്ന യേശുമിശിഹായുടെ വലിയ പ്രത്യാശയിലുള്ള ആശ്രയബോധം. ഇനിയും ഒരു വേള നമ്മുടെ പാപങ്ങളാണ് അവിടുത്തെ നമ്മെയും അകറ്റിയതും നമ്മുടെ പ്രാർത്ഥനകൾക്ക് നേരെ അവിടുന്ന് ചെവിയടയ്ക്കാൻ കാരണമാകുന്നതെന്നും കരുതുന്നവർക്ക് നിയമാവർത്തന പുസ്തകത്തിലെ വാക്കുകൾ തീർത്തും ആശ്വാസദൂതുകളാണ്.
നിങ്ങൾ കർത്താവിന്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ച് പാപം ചെയ്ത് അവിടുത്തെ കുപിതനാക്കിയതിനാൽ ഞാൻ തിന്നുകയോ കുടിക്കുകയോ ചെയ്തില്ല. എന്തെന്നാൽ നിങ്ങളെ നിശേഷം നശിപ്പിക്കത്തക്ക വിധത്തിൽ തമ്പുരാൻ നിങ്ങൾക്കെതിരെ തീവ്രമായ കോപത്താൽ ജ്വലിക്കുകയായി. അതിനാൽ എനിക്ക് ഭയമായിരുന്നു. എന്നിട്ടും കർത്താവിന്റെ പ്രാർത്ഥന കേട്ടു. തന്നെ കുരിശോളം താഴ്ത്തിയവന്റെ വിശുദ്ധയാഗത്തിൽ പങ്കാളികളാകുന്ന നമുക്ക് അവനിലുള്ള ഉറച്ച പ്രത്യാശയിൽ വളരുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. കുറവുകളെ തമ്പുരാന്റെ മുൻപാകെ ഏറ്റുപറഞ്ഞ് പാപക്ഷമയാചിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.